സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിളിക്കാതെ കൃഷിൻ്റെ പിറന്നാൾ പാർട്ടിയിലേക്ക് മാനസ കടന്നു വരുന്നു. എങ്ങനെയാണ് സാഗർ കുടുംബത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ പ്രശ്നങ്ങളുണ്ടാക്കി കൃഷിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനസ വന്നിരിക്കുന്നത്. ഒടുക്കം മാനസ ആ സൂപ്പർ പ്ലാൻ കണ്ടുപിടിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ബലരാമനെയും കൃഷിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് നേട്ടം കൊയ്യുക എന്നതാണ്. ഇപ്പോഴാണെങ്കിൽ സുജിക്ക് ബലരാമൻ എന്ന് പറഞ്ഞ ജീവനാണ്. കൃഷിനോട് ഒരുപാട് അവഗണനയും അവോയ്ഡും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരെ തങ്ങളെ അടുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുജി ആരോടൊപ്പം നിൽക്കും? ഉറപ്പായിട്ടും ബലരാമനോടൊപ്പം നിൽക്കും. സാഗർ ആണെങ്കിൽ ബലരാമനും ഒരുപോലെയാണ്, കൃഷിയും ഒരുപോലെയാണ്. പുള്ളിക്കാരൻ ധർമ്മസങ്കടത്തിലും ആകും. അങ്ങനെ കുടുംബത്തിൽ ബഹളവും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മിക്കവാറും സുജിയുടെ വായാലെ സത്യങ്ങൾ എല്ലാവരും അറിയും. എൻ്റെ സ്വന്തം മകനായിട്ടുള്ള ബലരാമനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിനൊക്കെ പൊട്ടിത്തെറിക്കുമായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടി ഇപ്പം വരുന്നുണ്ട്. മാനസയാണെങ്കിൽ ഒന്നും അറിഞ്ഞു വെച്ചിട്ടല്ല, പക്ഷേ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ചേട്ടനെയും അനിയനെയും തമ്മിൽ തെറ്റിക്കുക എന്നതാണ് ഇപ്പം പുള്ളിക്കാരിയുടെ ലക്ഷ്യം. ബലരാമൻ ഒരു പാവം മനുഷ്യനാണ്. സ്നേഹം എവിടെ കിട്ടിയാലും പുള്ളിക്കാരൻ അത് വിശ്വസിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും. മനസ്സറിഞ്ഞ് ആരോടെയും വലിയ വിരോധമൊന്നും വെക്കുന്ന ഒരു മനുഷ്യനേ അല്ല. എന്തായാലും മാനസയുടെ ചതി വിജയം കാണുമോ ഇല്ലയോ? അതിനിടയ്ക്ക് നമ്മുടെ കൃഷിൻ്റെ പിറന്നാൾ പാർട്ടിക്കിടെ സുജിയാണെങ്കിൽ കേക്ക് എടുത്ത് ബലരാമനായിരിക്കും ആദ്യം കൊടുക്കുന്നത്. അതിഷ്ടപ്പെടാതെ കൃഷി ആണെങ്കിൽ സുജി രണ്ടാമത് കേക്ക് കൊടുക്കുമ്പോൾ മേടിച്ച് കഴിക്കുന്നില്ല. അപ്പോൾ പിണങ്ങി നിൽക്കുമ്പോൾ സാഗർ ആണെങ്കിൽ ആ പ്രശ്നം എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യിക്കാനായിട്ട് പറയുന്നുണ്ട്. നീ ഇനിയും കേക്ക് മേടിച്ചില്ലെങ്കിൽ ഞാനത് മേടിച്ച് തിന്നുമെന്ന്. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തൊക്കെ കൃഷിയും കൺമണിയും കൂടെ കുറച്ച് റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെ നമ്മുടെ മാനസയാണെങ്കിൽ കലിയോട് അവരെ തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു. നമ്മുടെ കൃഷിനെ കൺമണി തിരുത്തുന്നുണ്ട്. ഒരു കേക്ക് ആദ്യം ബലരാമേട്ടന് കൊടുത്തതൊക്കെയാണോ ഇത്ര വലിയ വിഷയമാക്കുന്നത്? അതൊന്നും വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമേ അല്ല എന്നൊക്കെ പറഞ്ഞ് തിരുത്തുമ്പോൾ കൺമണിക്കറിയില്ലല്ലോ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ അമ്മയ്ക്ക് ഭയങ്കര മാറ്റമുള്ള കാര്യമൊന്നും. വല്ലപ്പോഴും ഇരുന്നിരുന്ന് കാണുമ്പം സുജിയുടെ പെരുമാറ്റത്തിലൊന്നും കൺമണിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വീട്ടിൽ സ്ഥിരം, പ്രത്യേകിച്ചും ഹോസ്പിറ്റലിലൊക്കെ ആയി ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കൃഷിനെ പരിഗണിക്കാതെ ബലരാമൻ്റെ പിന്നാലെ പോകുന്ന അമ്മയോട് ഇപ്പോൾ ഒരു അല്പം നിരാശയൊക്കെ കൃഷിനുമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ആളി കത്താൻ പോകുവാണ്. അപ്പം ആൻറ്റിയമ്മയോട് തൻ്റെ പ്ലാനൊക്കെ പറയുമ്പോൾ ആൻറ്റിയമ്മ അതിന് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. വരും വരായിക്കൊന്നും മനസ്സിലാക്കാതെയാണ് ആൻറ്റിയമ്മ ഇതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്നത്. അതേസമയം ആൻറ്റിയമ്മയും മാനസയും മാറി നിന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്ന കൃപമോൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത്? അന്നേരം ആൻറ്റിയമ്മയും മാനസയും നൈസായിട്ട് കൃപമോളുടെ കണ്ണിൽ പൊടിയിടുന്നുണ്ട്. മാനസ എന്ന് പറയുന്ന വിഷം എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് കൃഷിയും കൺമണിയും സുജിയും സാഗറും ഒക്കെ പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃഷി സ്വന്തം മകനല്ല എന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷം മാനസ എന്ന് പറയുന്ന ശത്രുവിനെയോ അല്ലെങ്കിൽ ജയമോഹൻ, ഹേമ അങ്ങനെ പറയുന്ന വിഷയങ്ങളെ ഒന്നും സാഗർ കുടുംബത്തിനെ അലട്ടുന്നതേ ഇല്ല. സാഗറിനാണെങ്കിൽ കൃഷിനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല സുജിക്കാണെങ്കിൽ ബലരാമനോട് കൂടുതൽ സ്നേഹം കാണിക്കണം. ആ തർക്കമാണിപ്പോൾ അവിടെ മുന്നേറി പോകുന്നത്. എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം.